സിന്തറ്റിക് ഡ്രഗിൻ്റെ ഒരു സമൂഹത്തിൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതിനെതിരെ ഒരു കുട്ടി ആർട്ടിസ്റ്റ് സ്വന്തമായിട്ട് മ്യൂസിക് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സുനിത മിസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി വോക്കൽ പഠിപ്പിക്കുന്ന സുനിത മിസ് ഉൾപ്പെടെ അവൻ്റെ ഗുരുക്കന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം സമൂഹത്തിലേക്ക് നമുക്ക് എന്ത് കൊടുക്കാം എന്നതിൻ്റെ ഒരു പ്രതികരണമായിട്ടാണ് ഈ കൊച്ചുകുട്ടി മ്യൂസിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. എന്താണ് എല്ലാവരും റെഡിയാണോ നമ്മുടെ സോളോ മ്യൂസിക്കൽ കൺസേർട്ടിൽ പങ്കെടുക്കാൻ? സോ നമുക്ക് അദ്വൈതിനെ ഒന്ന് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം our കുട്ടി സ്റ്റീഫൻ ദേവസ്യ of Calicut. സാധാരണ കുട്ടികൾ ഓരോ തരം ലഹരി എന്ത് എന്ന് അന്വേഷിച്ച് പോകുന്ന കാലത്ത് ലഹരിക്കെതിരെ ഞാനൊരു കൺസേൺ ചെയ്യും, എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ഒരു കുഞ്ഞ് റെഡിയായി വരുന്നു. നമ്മൾ നമ്മുടെ സർവീസിലായാലും ശരി, നമ്മുടെ ഏതെങ്കിലും ജോലികളായാലും ശരി, നമ്മൾ ചെയ്യുമ്പോൾ കുറേ നന്മ വിത്തുകൾ നമ്മൾ എറിയുമ്പോൾ ചില വിത്തുകൾ മുളച്ച് വൻ മരങ്ങളായി വളർന്നു വന്ന് അത് തണലേകുന്നതായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു വലിയൊരു ഉദാഹരണമാണ്. ഇപ്പം നല്ലൊരു ചെടിയായി വളർന്നിരിക്കുകയാണ്, അത് വലിയൊരു മരമായി ഈ വലിയ ഈ ലഹരിക്കെതിരെയുള്ള കരുതലായി നമ്മുടെ കൊച്ചുമകൻ, മകനെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വലിയൊരു ആളായിട്ട് വരണം. ഇത് കോഴിക്കോടിൻ്റെ ബാബുക്കായുടെ മണ്ണാണ്, സംഗീതത്തിൻ്റെ മണ്ണാണ്. ഇവിടെ ശരിക്കും ഈ കടലും ഈ കടലോരവും ഒക്കെ സംഗീതം എപ്പോഴും ഇപ്പം എനിക്ക് എൻ്റെ മാറാട് എത്തിയിരിക്കുമ്പോൾ എൻ്റെ അനുഭവം ശരിക്കും ഈ ഇതിലെ വണ്ടിയിൽ നമ്മുടെ ഷഹബാസ് വണ്ടി ഓടിച്ചുകൊണ്ട് ആ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നുകൊണ്ട് ആ പാട്ട് കേട്ടുകൊണ്ട് ഗസൽ കേട്ടുകൊണ്ട് പോകാനൊക്കെ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അതുപോലെ പല മ്യൂസിക്കൽ ഇവൻസും ഇവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഇവിടെ പാട്ടുകൾ ഉണ്ടാവാറുണ്ട്. പലതരത്തിലുള്ള പാട്ടുകൂട്ടങ്ങളുണ്ട്. അപ്പോൾ സംഗീതത്തിൻ്റെ മണ്ണിൽ നിന്ന് ഒരു പുതുപ്പിറവി കൂടി ഉണ്ടാവുകയാണ്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ആദ്യം
എന്നാൽ എല്ലാ യുവതലമുറയും വഴിതെറ്റി പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു വിശ്വാസം തന്നെയാണ് നമ്മളെ ഏറെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം എന്നതും. അപ്പോൾ ഇന്ന് ഈ ഒരു വേദിയിൽ അദ്വൈത് ഇങ്ങനെയൊരു ലഹരിക്കെതിരെയുള്ളൊരു പ്രയാണം തുടങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമാകുവാനായിട്ട് സാധിച്ച് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഈ ലഹരി എന്നത് നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെ തന്നെയും കാർന്നു തിന്നുന്ന ഒരു വലിയൊരു വിപത്താണ്. അപ്പോൾ അദ്വൈത് എന്ന ഈ ഒരു കൊച്ചുമകൻ, ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, അവനൊരു പ്രതിഭയല്ല, ഒരു പ്രതിഭാസം തന്നെയാണ്. ആ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ ഇത്തരം ഒരു വലിയൊരു സന്ദേശം സമൂഹത്തിന് നൽകുവാനായിട്ട് അവനെടുത്ത എഫേർട്സ് അല്ലെങ്കിൽ അവനെടുത്ത ഒരു രീതി ഏറ്റവും അഭിനന്ദനാർഹീയമാണ്. ലഹരിക്കെതിരായ ഒരു ഉണർത്തുപാട്ടായി, ഒരു ഫ്യൂഷൻ, ഒരു ട്രിബ്യൂട്ട് ഒക്കെയായി ഒരു കൺസേർട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഞാനിവിടെ എത്താൻ കാരണം അദ്വൈതിൻ്റെ ഒരു മികച്ച പോരാട്ടമാണിത്. സംഗീതത്തിലൂടെയുള്ള പോരാട്ടം. ആ പോരാട്ടം ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ജീവിതമാകണം ലഹരി, സംഗീതമാകണം ലഹരി, കലയാകണം ലഹരി, കായിക രംഗമാകണം ലഹരി എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട സമയമാണ്. ഇതിനൊപ്പം നമ്മൾ കയ്യടി കൊടുക്കേണ്ട രണ്ടുപേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മിതോഷ്, ഹിന്ദുവിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റാണ്. മിതോഷും ശ്രീയും, അതായത് അദ്വൈതിന് എല്ലാ പ്രേരണയുമായി അച്ഛനും അമ്മയും കൂടെയുണ്ട്. അവർക്ക് രണ്ടുപേരും കൂടി ഒരു വലിയ ക്ലാപ്പ് കൊടുക്കണം നമ്മൾ, കാരണം അവരില്ലെങ്കിൽ ഈ പരിപാടിയില്ല. ശ്രീ രണ്ടുപേരും ഡോൺ ബോസ്കോയിൽ ജേർണലിസ്റ്റിൽ മാസ്റ്റേഴ്സ് ചെയ്ത് വളരെ പ്രഗത്ഭരായ വിദ്യാർത്ഥികളായിരുന്നു. അവർ അന്ന് തന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അവർ രണ്ടുപേരും അവരുടെ മകനായ അദ്വൈതിനെ സംഗീത ലോകത്ത് പ്രോത്സാഹിപ്പിച്ചത് ഇങ്ങനെ ഒരു വലിയ ഒരു സോഷ്യൽ കോസിലേക്ക് നയിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ വലിയൊരു അഭിമാനം, വലിയ സന്തോഷം, വലിയ അഭിനന്ദനം ഒക്കെ തോന്നുകയാണ്. അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് അതിനെപ്പറ്റി യു ആർ പെർഫോമിംഗ് എന്ന് പറഞ്ഞാൽ നത്തിങ് മോർ ദാൻ ഇറ്റ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു നല്ല കൈയടി.
जुमाना तद तद तगिद तगिद तुबकन जुमा जुमाना चलो चले चले चलो പടകാളി പടകാളി അതാണ് കേട്ടോ. ആർക്കാ പാടാൻ ധൈര്യം ഉണ്ടോ? പടകാളി നമ്മുടെ യോധ മൂവിയിലത്തെ പാട്ടാണ്. സോ എല്ലാവരും കളറാക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സോങ് ആണ്. എല്ലാവർക്കും താങ്ക് യു. പിന്നെ എല്ലാവർക്കും ഒരു സെൽഫി എടുക്കണം, എല്ലാം കൂടി ഒരുമിച്ച്. അപ്പൊ എല്ലാവരും പോവാൻ തന്നെ